അപ്പൊ ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇക്ക മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ്. കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പറിന്നും നെറ്റ് നമ്പറിന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് ഹസ്ബൻഡ്, ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത്രയും ബോൾഡായിട്ടുള്ള ഷാജിദ എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയത്? ഇതൊരു മോശമല്ലല്ലോ. കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത്? അതന്നെ ഇങ്ങനത്തെ കമന്റ്സുകൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഇനി ആരും എന്നെ വിധവ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയണ്ട, എൻ്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. കല്യാണത്തിന്റെ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കാമെന്ന് പറയുമ്പോൾ ഈ ആളെ തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അവൻ്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എൻ്റെ കല്യാണം കഴിച്ചത് ഞാൻ ഇവിടെ പറയുന്നില്ല. വയനാട് എന്തിന്റെ പ്രൊമോഷന് പോയതാ? വയനാട് ഞങ്ങളൊരു പാർക്കിലേക്ക് പോയതാണ്. അപ്പം എന്ത് പ്രൊമോഷൻ ആയിരുന്നു അവിടെ? അതന്നെ പാർക്കിന്റെ ആ ഒരു ഇത് അത് ഷാജിദയുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ പറ്റുമോ? കാരണം നമ്മള് ചില കാര്യങ്ങൾക്ക് വ്യക്തത വേണമല്ലോ. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാവുന്നൊരു വിഷയമാണ് ഷാജിയുടെ വിവാഹവും അതിനെ തുടർന്നുള്ള കുറേ കാര്യങ്ങളും. അപ്പം കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പല പല ഇൻ്റർവ്യൂസിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പം നിലവിലത്തെ അവസ്ഥ എന്നാണ് ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ഷാജിദ പറയാൻ പോകുന്നത്. അപ്പോൾ ഷാജിദ, സ്വാഗതം. ശരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ, അതായത് രണ്ടാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ ഷാജിദ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. എന്താ ശരിക്കും ഇപ്പൊ കുറെ നാളായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയുന്നുണ്ട്. ഈ ഒരു രണ്ടാം വിവാഹത്തിലേക്ക് ഉള്ള തീരുമാനം എങ്ങനെയായിരുന്നു? രണ്ടാം വിവാഹത്തിലേക്കുള്ള തീരുമാനം എന്ന് വെച്ചാല് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും എനിക്കില്ല. പിന്നെ ഒരുപാട് ഇക്ക മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ് ഫോൺ വഴി. കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഫോൺ വിളിയും കാര്യങ്ങളും. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A അതിൽ ഇട്ടത് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതും കല്യാണം കഴിക്കണില്ലേ, സെക്കൻഡ് മാരേജ് കഴിക്കണില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കൂടുതലായിട്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. എങ്ങനെയെന്ന് വെച്ചാൽ എന്നെ എൻ്റെ 5 മക്കളെ സ്വീകരിക്കുന്ന ഒരാൾ വന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിലിട്ടത്. അതിൻ്റെ ശേഷം തുടങ്ങിയതാണ് ഈ കല്യാണത്തിൻ്റെ ചർച്ച. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അത് കണ്ടിട്ട് കുറേ പേര് പ്രപ്പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രപ്പോസ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ പ്രപ്പോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക, അവരോട് സംസാരിക്കും. പല ടൈമിലും കോള് വരും. ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 1 മണി 2 മണി ടൈം, അവരുടെ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിലാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി. പിന്നെ അവരോട് വെറുതെ അതൊരു കണ്ടന്റ് ആയിട്ട് ഇട്ടതാണ്, Q&A ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് കല്യാണത്തിൻ്റെ ആലോചന വന്നത് ഈ സെക്കൻഡ് മാരേജ് കഴിച്ച ആൾക്കാർ തന്നെ കല്യാണം കഴിക്കണം, ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ ഞാൻ അവർ വിളിക്കണവരടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കല്യാണം കഴിക്കണില്ല. പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളുമായിട്ടുള്ള ആൾക്കാരെ തീരെയും കല്യാണം കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിൻ്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോൾസുകൾ പിന്നെയും വന്നത്. അപ്പോൾ ശല്യമായിട്ട് ഒരു കോൾസ് ഇങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പറിന്നും നെറ്റ് നമ്പറിന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പോൾ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത്. കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കല്യാണക്കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി. ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ചോദിക്കും ചെയിന് മെഹർ ഇതൊക്കെ എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടതാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
ഇപ്പം ഇത്രയും ഒരാൾ ശല്യം ചെയ്യാൻ വന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ എന്താ പറയുന്നത്, അതിനെ നമുക്ക് നേരിടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു, അതിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തു, കാര്യങ്ങൾ കൊടുത്തു. അപ്പം എന്തിനാണ് അത്രയും ബുദ്ധിമുട്ടിയത്? അല്ല, സ്റ്റേഷൻ നമ്മളിങ്ങനെ കേസ് കാര്യങ്ങളിൽ പോവാണ്ട് ഒരാളായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ശല്യം നമുക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പ്രൊമോഷൻ വർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫ്രണ്ട്സുകളുടെയൊക്കെ പോയി. അപ്പോൾ വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വയനാട്ടിലൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ആളിനായിട്ടും ഫ്രണ്ട്സുകളിലായിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വെറും പാട്ടായിട്ടിട്ടുണ്ട്. അതെൻ്റെ ഹസ്ബൻഡാണെന്ന് ഒരിക്കലും ഞാൻ അതിൽ പറയുന്നില്ല. വെറും ഒരു സോങ് എടുത്തിട്ട് ഞാനതൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെടുത്ത് ഞാൻ ഇട്ട ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് വേറെ ആൾക്കാർ വീഡിയോ ഇട്ടു. ഷാജി കല്യാണം കഴിച്ചത് ഇന്ന ആളാണ്, ഇന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു. അതെല്ലാവരും ഏറ്റെടുത്തിട്ടാണ് ഈ സംഭവം കല്യാണം പ്രചരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് ഹസ്ബൻഡ്, ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്നൊന്നും ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ ഇൻ്റർവ്യൂസിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കല്യാണം ഇതെല്ലാവരും ഓൾറെഡി പ്രചരിപ്പിച്ച് കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷെ കൂടുതലായിട്ട് ഇപ്പോൾ അവനിക്കും അവൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവൻ്റെ വീട്ടുകാരും പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വഷളാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എല്ലാം അത് തിരുത്തി പറയണം, എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് തിരുത്തി പറയണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ നിങ്ങളപ്പോൾ ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ ഈ ചാനലിൽ എന്തായാലും ഇത് തുറന്ന് പറയാമെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ ഇവർ വയനാടൊക്കെ പോയിട്ട് അപ്പോൾ ചോദിക്കും, പല ആൾക്കാരും ചോദിക്കും എങ്ങനെയാണ് അവനായിട്ട് ഇങ്ങനെ എത്ര അടുപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു ആൽബം സോങ്സാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ട് നടക്കാറുണ്ട്, റീൽസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാൻ, അത്രേ ഉള്ളൂ, അതുപോലെ ഉള്ളൂ, ജസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും. പക്ഷേ എല്ലാവരും എല്ലാ ചാനലിലും ഇട്ടത് ഷാജിനെ കല്യാണം കഴിച്ച് ഇന്ന ആളാണ്, ഇവനാണ്. ഞാനതൊരിക്കലും പറഞ്ഞിട്ടില്ല, എൻ്റെ ചാനലിലും പറഞ്ഞിട്ടില്ല, ഇന്റർവ്യൂ കൊടുത്തതിലും ഇന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു തുടക്കം മുതൽ ഞാനൊക്കെ ചോദിക്കുവാണ്. ഇപ്പൊ ഈ നമ്പറും അഡ്രസ്സും കൊടുത്തു എന്ന് പറഞ്ഞു, അപ്പം അത് എന്തിന്റെ ബേസിസിലാണ്? അത് നമ്പർ കൊടുത്തത് തൈറോയിഡിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ അത്ര ഒരു ചാനൽ റീച്ച് ആയിട്ടോ നമുക്ക് അത്ര വരുമാനം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുതൽ വീഡിയോസ് ചെയ്യുന്ന ആ ടൈമിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് പിന്നെ ഞാനൊരു 4 മാസത്തിന് വീഡിയോസ് നിർത്തിവെച്ചു. അപ്പോൾ ആ ടൈമിലുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം എൻ്റെ തൈറോയിഡ് മുഴ നല്ല ഏകദേശം ഒരു 5 വർഷത്തോളം ഉള്ള മുഴയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇൻ്റർവ്യൂ കാരണം വീഡിയോസിലൂടെയൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നത് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ തൈറോയിഡിൻ്റെ മുഴയാണ്. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്നോട് പറഞ്ഞു, നീ ഒരു വീഡിയോ ചെയ്യ്, നിൻ്റെ ഇതിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് നീ ചോദിക്ക്, എല്ലാവരും നിന്നെ സഹായിക്കും. എന്നിട്ട് നീ അത് പ്രൈവറ്റിലല്ല, മറ്റേ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പൈസ വേണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു 3 വർഷത്തോളം ഞാൻ കാണിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പ്രൈവറ്റിലാകുമ്പോൾ ഇങ്ങനെ 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും സർജറിക്ക്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ അടുത്ത് അത്ര രൂപ എടുക്കാനില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു, ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടു, ഇന്ന പോലെ സർജറിയാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഇട്, QR കോഡ് ഇടി, അഡ്രസ്സ് ഇടി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിട്ടു. അങ്ങനെയാണ് ഞാനത് ഇട്ടത്. അങ്ങനെ എന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സഹായിച്ചു. അങ്ങനെ എൻ്റെ സർജറിയും കഴിഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു 2-3 ദിവസം കഴിഞ്ഞതും ഞാൻ തിരിച്ച് വേറൊരു വീഡിയോ ഇട്ടു. എൻ്റെ സർജറിക്കുള്ള ക്യാഷ് കിട്ടി, സർജറി കഴിഞ്ഞു, ഓക്കെ ആണ്, ഇനി ആരും പൈസ അയക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 വീഡിയോയും ചെയ്തു. ക്യാഷിന് വേണ്ടിയിട്ട് അത് ചെയ്തു. നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ അത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് നമ്പറും കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അത് എടുത്ത് കളഞ്ഞില്ല എന്ന് ചോദിക്കുന്നത്, അതെന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ വീഡിയോസ് എനിക്കിങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. അപ്പം മെയിൽ അയക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഈ നമ്പർ വഴിയും അല്ലെങ്കിൽ ഈ അഡ്രസ്സ് വഴി എനിക്ക് ഓരോ സാധനങ്ങൾ അയച്ചു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരം ഇപ്പോഴും ഞാൻ ആരുടെയൊക്കെയോ സഹായങ്ങൾ, എല്ലാവരും എനിക്ക് പൈസ അയച്ചിട്ടുണ്ടെന്ന്, ലക്ഷങ്ങൾ എനിക്ക് വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു സത്യമില്ല.
പക്ഷെ ഷാജിദ, നമ്മളിപ്പോ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടോ ഒരു യൂട്യൂബറായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതൊരു ബിസിനസ് നമ്പർ ആവുമല്ലോ, നമ്മുടെ പേഴ്സണൽ നമ്പർ അല്ലായിരിക്കും നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും ഈ ഒരു ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിക്കളയാം. കാരണം നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പൊ ഷാജിദയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നൊരു മെസ്സേജ് അയച്ചാൽ ഷാജിദയ്ക്ക് അത് ഉറപ്പായിട്ടും കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരാൾക്ക് മാത്രം നമ്പർ കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ ഷാജിദയ്ക്ക് തന്നെ അറിയാലോ, ഇത്രയധികം ഒരു സ്ത്രീ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഒരുപാട് ശല്യങ്ങൾ എന്തായാലും വരുമെന്നറിയാം. ഈ നമ്പർ കൊടുത്ത നമ്പർ എന്ന് വെച്ചാല് എനിക്ക് ഈ പേയ്മെന്റ് അയക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് ഇത്. പിന്നെ അത് പെട്ടെന്ന് മാറ്റാനും പറ്റില്ല. വേറെ നമ്പർ കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ആ നമ്പർ. പിന്നെ അതിൽ എനിക്ക് വാട്സപ്പോ കാര്യങ്ങളോ ഇല്ല, വെറും കോൾസ് മാത്രമേ വരുള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ നമ്പർ അങ്ങനെ ഇട്ടത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ബിസിനസ് നമ്പർ എന്ന് വെച്ചിട്ട് ഒരു നമ്പർ ഇല്ല. പിന്നെ ഇത്ര ശല്യം വരാൻ കാരണം ഈ നമ്പർ കോൾസ്, അതായത് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ ഒരു രണ്ടാമതൊരു കല്യാണത്തിന് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ കോൾസുകളൊക്കെ വരാൻ തുടങ്ങിയത്. കാരണം അപ്പൊ ഈ ഇങ്ങനെ ശല്യങ്ങൾ വരുമ്പോഴത്തേക്കിനെ ഇപ്പം നമ്മൾക്ക് ഒരു 5 മക്കളുടെ അമ്മയാണ്, അല്ലെങ്കിൽ ഒരു 10-32 വയസ്സുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ലോകമൊക്കെ അറിയാം, സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഈ വരുന്ന ശല്യക്കാരെയൊക്കെ പറഞ്ഞു മാറ്റാനും പറഞ്ഞാൽ മനസ്സിലാക്കണ സൈക്കോൾ ഉണ്ടല്ലോ, കുറെ സൈക്കോൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞാലും മനസ്സിലാക്കാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്കുള്ള ഒരു അടിയായിരുന്നു ഇത്, ഈ കല്യാണത്തിന്റെ ഈ സംഭവം. അല്ലാണ്ട് ഇപ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ശരിക്കും. അപ്പൊ ഇവര് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പം എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം കുറെ പറഞ്ഞു, കാരണം ഇനി കല്യാണം കഴിക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെ കുറെ അവരോട് പറഞ്ഞു. അവര് കേട്ടില്ല. പിന്നെ വിളിച്ചോണ്ടിരുന്നു. ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതാണ് അതിശയം. അതെന്താ ഷാജിദ വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് എനിക്കറിയില്ല. അത് കുറച്ച് ഞാൻ ബോൾഡായിട്ട് നിൽക്കണോണ്ടും 5 മക്കളുടെ ഉമ്മച്ചി ആയതുകൊണ്ടും ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ നിൽക്കണോണ്ടുള്ള എന്റെ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടാണെന്നാണ് ആൾക്കാർ പറയുന്നത്, വിളിക്കുന്നവര് പറയുന്നത്. കാരണം എന്റെ ബോൾഡായിട്ടുള്ളത് നിനക്ക് ഉള്ള ധൈര്യം എല്ലാം കൂടി അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത്രയും ബോൾഡായിട്ടുള്ള ഷാജിദ എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയത്? കാരണം ഇതൊരു മോശമല്ലല്ലോ. ഇത്രയും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പം കുറെ ഇന്റർവ്യൂസിൽ വന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞു, ഇപ്പൊ വയനാട് പോയി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞുള്ള കുറെ കഥകൾ ഇങ്ങനെ പറഞ്ഞു. വയനാട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത് ഞാൻ ആരോ പറഞ്ഞിട്ടുണ്ടാക്കി, അത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഇത് ഇത്രയും പറയേണ്ട ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത്രയും ബോൾഡായ ഷാജിദയ്ക്ക് ഒരു നോ പറഞ്ഞ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടോ ഒക്കെ പോവാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഗൾഫത്തെ പറഞ്ഞാൽ നെറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ബ്ലോക്ക്, ഞാൻ മൊത്തം 10-12 നമ്പർ ബ്ലോക്ക് ഇട്ടിട്ടുണ്ടാവും. ഈ വരുന്നതൊക്കെ നെറ്റ് നമ്പറാണ്. അത് എത്ര ബ്ലോക്ക് ഇട്ടിട്ടും കാര്യമില്ല. അതിന് കോൾസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരെ വിളിക്കുന്നത് എന്താ വിളിക്കുന്നതെന്നും കൂടി നമുക്ക് പറയാൻ പറ്റില്ല. ഷാജിദയ്ക്ക് ഒരു ആദ്യത്തെ ഈ സർജറിയുടെ ഒക്കെ സമയത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും എല്ലാവരും ഷാജിദ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷാജിദ ഇതുപോലെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ വന്നു പല കാര്യങ്ങളും പല കഥകളായിട്ട് മാറ്റി പറയുമ്പോൾ ആളുകൾ ഇനി ഒരിക്കലും ഷാജിദയെ വിശ്വസിക്കത്തില്ല? ഇത് ശരിക്കും ആ ഒരു പ്രശ്നം കംപ്ലൈന്റ് ചെയ്താൽ പോരായിരുന്നു. അല്ലല്ല, സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ ഫസ്റ്റ് ഞാനും മക്കളും കൂടിയിട്ടുള്ള ടൈമിൽ ഇവര് കല്യാണം കഴിക്കില്ലേ എന്നുള്ള കമന്റ്സ് ആണ് കൂടുതലിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല രീതിയിലല്ലേ ചോദിച്ചത്. കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റായി തോന്നി. കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊരു എനിക്ക് നല്ല ആള് വന്നാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇവര് വേറെയുള്ള അപ്പൊ ഇവരുടെ കമന്റ്സ്, ഓ ഇവള് ഈ 5 മക്കളിനെ ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതിലായി. അപ്പൊ ഇവരെന്തിനാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു തീരുമാനം എടുത്താൽ അപ്പൊ വേറൊരു ഇങ്ങനത്തെ കമന്റ്സുകൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഓ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു, അങ്ങനെയുള്ള കുറച്ച് കമന്റ്സുകൾ വരാൻ തുടങ്ങി. അതാണ് മൊത്തത്തില് മാറി മാറിയിട്ട് ഇവര് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ എനിക്ക് അഹങ്കാരം ഉണ്ട്, എനിക്ക് പൈസ വരാൻ തുടങ്ങി, ലക്ഷങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ അവളുടെ അഹങ്കാരം അവള് കാണിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളിൽ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. പക്ഷെ ഞാൻ കാണിച്ചു കേട്ടെ, ഇപ്പൊ ഷാജിദ ഓക്കെ ഒരു യൂട്യൂബർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ മറ്റുള്ളവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും അറിയാത്തവരാണല്ലേ. പല ആളുകള് പല സ്ഥലത്ത് നിന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നു, കമന്റ് ഇടുന്നു മാത്രമാണ്. അപ്പൊ ഇത്രയും പേരുടെ ഇങ്ങനെ എപ്പോഴോ വരുന്ന ഓൺലൈൻ മെസ്സേജും കമന്റും ഒക്കെയാണോ ഷാജിദയുടെ ലൈഫ് തീരുമാനിക്കുന്നത്? ഞാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ കമന്റ്സിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാനത്. അപ്പൊ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പക്ഷെ കല്യാണം കഴിക്കാനുള്ള ഒരു തീരുമാനം എന്റെ തന്നെ ആയിരുന്നു. നല്ല ഒരു ഇത് വന്നാൽ ഞാൻ കല്യാണം കഴിക്കാന്നുള്ള ഒരു തീരുമാനത്തിന് തന്നെ ആയിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ എനിക്ക് പോണില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ഈ സ്റ്റേജിൽ
സ്റ്റേജിൽ എത്തിയത്. പക്ഷെ ഇത് ഇത്ര വലിയ ഇതാവും എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഈ പ്ലാൻ എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത്? ഈ പ്ലാനോ? അതായത് കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ അത് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഒരു കല്യാണത്തിന്റെ ആ ഒരു വീഡിയോ അതന്നെ ഇങ്ങനത്തെ കമന്റ്സുകൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഞാൻ ചെയിന് ഫസ്റ്റ് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെയിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കമന്റ്സുകൾ കണ്ടു. അപ്പോൾ ഞാനൊരു ബസ്സിലിരുന്ന് ഞാൻ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്നൊരു ഷോർട്സ് ഇട്ടു. ഇനി ആരും എന്നെ വിധവ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയണ്ട, എൻ്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. അത് ഇടേണ്ട താമസം അതെടുത്തു. ആ ഷോർട്സ് എടുത്തിട്ട് പിന്നെ അടുത്ത് ഷാജിദ കല്യാണം കഴിച്ചു എന്നുള്ള ആ ഒരു ഇതായി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 വീക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ ഈ സംഭവം എടുത്തിട്ടിട്ട്. അപ്പൊ ഈ ഇങ്ങനെ ഒരു കല്യാണത്തിന്റെ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കാം എന്ന് പറയുമ്പോൾ ഈ ആളെ തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഇനിയിപ്പോ വേണമെങ്കിൽ പറയാലോ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെങ്കിലും ആളുടെ പേരും കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും കള്ളമാണെന്നേ പറയത്തുള്ളൂ. ഞാൻ പറയട്ടെ, അവന്റെ പേര് എല്ലാവരുടെയും അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ടായത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇക്ക മരിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് അവൻ എന്നെ പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് ഫുള്ളി അവൻ സപ്പോർട്ടാണ്. അവൻ സപ്പോർട്ടായിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6 മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളിനെ നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ. കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയണ ഒരാളിനെയും പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. പക്ഷെ ഇത്രയ്ക്ക് മോശം കമന്റ്സുകൾ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇതാവും. പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ എവിടെ പറയണില്ല. പക്ഷേ പറയാതെ പറയുന്നുണ്ടല്ലോ എവിടെ ഞാൻ ഇവനാണ് ഷറഫ് അലിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്, കാസർഗോഡുകാരനെയാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് കണ്ണൂരുകാരനെ കല്യാണം കഴിച്ചു എന്നാണ്. കണ്ണൂരത്തെ ഒരു ചെക്കനെ കല്യാണം കഴിച്ചു. അതും ഇതിൽ 3 ചെക്കന്മാരുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോയില് ഷോർട്സ് ഇട്ടതില് അവന്റെ ഫ്രണ്ട്സും ഇവനും എല്ലാവരും കൂടിയിട്ട്. അപ്പൊ ഈ 3 ഏതെങ്കിലും ഒന്നല്ലാവുള്ളൂ. അത് ഇവന് തന്നെ ഇവര് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? അപ്പൊ അത് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണ് ഇവനെ തിരഞ്ഞെടുത്തത്. ഇവനാണ് ചെക്കൻ എന്നുള്ള ഒരു ഇവര് വരുത്തി തീർത്തതാണ്. അല്ലാതെ ഞാൻ എന്റെ വായും കൊണ്ട് ഇവനാണ് എന്റെ ചെറുക്കൻ അല്ലെങ്കിൽ ഇവനെയാണ് ഞാൻ നിക്കാഹ് കഴിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഈ വയനാട് എന്തിന്റെ പ്രൊമോഷന് പോയതാ? വയനാട് ഞങ്ങളൊരു പാർക്കിലേക്ക് പോയതാണ്. പാർക്ക് ഉണ്ടല്ലോ അവിടെയാണ്. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പാർക്കിന്റെ പ്രൊമോഷൻ ആയിരുന്നു. പാർക്കിൽ പോയി ഞങ്ങൾ അവിടുത്തെ അഡ്വഞ്ചർ പാർക്കാണ്. അത് ഇപ്പൊ ഇവൻ ഗൾഫിൽ നിന്ന് വന്ന ടൈമാണ്. അപ്പൊ കോഴിക്കോട് ഓൾറെഡി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് ഇവര് ബീച്ചിലെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇവരെ അങ്ങനെ ഞങ്ങൾ കാറിൽ ഒരുമിച്ചിട്ട് ഇവര് വയനാട് കൊണ്ടുവരണം. അങ്ങനെ ഞാനും എനിക്ക് വയനാട് ഓൾറെഡി പോകണം. അപ്പൊ ഇവര് എന്റെ കൂടെ അപ്പൊ ഇവര് എന്റെ കൂടെ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കൂടെ പോയി. അത്ര തന്നെ. അപ്പം എന്ത് പ്രൊമോഷൻ ആയിരുന്നു അവിടെ? അതന്നെ പാർക്കിന്റെ ആ ഒരു ഇത് ഉള്ള ഒരു പ്രൊമോഷൻ അത്രേ ഉള്ളൂ. അത് ഷാജിദയുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ ഷൂട്ട്, പ്രൊമോഷൻ ഷൂട്ട്. അതൊന്ന് കാണിക്കാൻ പറ്റുമോ? കാരണം നമ്മള് ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വ്യക്തത വേണമല്ലോ. പറയുന്ന വീഡിയോ ഉണ്ടാവും. ഓക്കെ, ഈ പ്രൊമോഷന് പോയാലോ? അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയായിരുന്നോ? ഇല്ല, കുട്ടികളെ ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ കുട്ടികളെ കൊണ്ടുപോകാറില്ല. അപ്പൊ ഈ ഇങ്ങനൊരു പാർക്കിന്റെ ഇതിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിങ്ങൾ വീഡിയോ എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്ത് വീഡിയോ? അതായത് നമ്മൾ ഓൾറെഡി ഒരു ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള വീഡിയോസ് എടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോ ഞങ്ങള് അഡ്വഞ്ചറസ് പാർക്കാണല്ലോ, അപ്പൊ ഞങ്ങൾ അതിൽ റൈഡ് ചെയ്ത സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തു. അതിലിപ്പോ ഇവന്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ ഊഞ്ഞാലാടുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചിമാരെന്നെ ഇപ്പൊ നമുക്കൊരാൾ കൂടെ ഇല്ല പറഞ്ഞാൽ അവര് വന്ന് കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ അവര് വന്ന് കയറിയിരുന്ന ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിപ്പോ ഒരു ഇത് അവിടെ ചെയ്തത് പറഞ്ഞിട്ട് അപ്പൊ അവരെ പറയാൻ പറ്റുമോ? ഇവരുടെ കൂടെ പക്ഷെ കൈ പിടിച്ചൊക്കെ ഉള്ള വീഡിയോസ് ആണല്ലോ എല്ലാരും ചർച്ചയായത്. കൈ പിടിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാല് ഞങ്ങള് മറ്റേ തേയിലത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു വീഡിയോ, അത് ജസ്റ്റ് അങ്ങനെ എടുത്തതാണ്. അതിപ്പോ നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ട് എടുത്തതൊന്നും അല്ല. പിന്നെ ഇതിന്റെ ഒരു പ്ലാനൊക്കെ എങ്ങനെയായിരുന്നു? നമ്മള് പിന്നെ ഈ വയനാട് പോയി രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തു. അത് ഞാൻ പറഞ്ഞിട്ടില്ല. വയനാട് രജിസ്റ്റർ മാരേജിന്റെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കണു ഇവര് വയനാട് പോയതാണ്. ഇവന്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിരിക്കണു ഒരാളുടെ യൂട്യൂബില്, ഇവന്റെ കല്യാണം രജിസ്റ്റർ മാരേജ് ചെയ്തത് വയനാട്ടിൽ വെച്ചിട്ടാണെന്ന്. അയാൾക്ക് എങ്ങനെ അറിയാൻ എനിക്കറിയില്ല.
ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടില്ല വയനാട്ടിൽ. അതും വയനാട് പോയി ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പൊ ശരിക്കും ഇപ്പൊ ഇതൊരു ഡ്രാമ ആയിരുന്നുള്ളത് ഇപ്പൊ തുറന്നു പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഒരു പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താതിരുന്നത്? കാരണം അല്ല, അവന്റെ ഇമേജ് പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്താണ്ടിരുന്നത്. കാരണം അവനിക്കൊരു ഇമേജ് ഉണ്ടല്ലോ, അവന്റെ കുടുംബം കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു കളിക്ക് നിന്നിട്ട് അവന്റെ ഒരു ഇത് പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് പേര് പറയാണ്ടിരുന്നതും അവന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നാടേതാന്നൊക്കെ പറയാണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അത് എല്ലാം പുറത്ത് വന്നു. കാരണം ഈ വീഡിയോസ് ഒരുപാട് പേര് എടുത്തിട്ടപ്പോ ഇങ്ങനെ എൻ്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും പേര് എടുത്തിടുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. എടുത്തിട്ടപ്പോൾ കൂടുതൽ പ്രശ്നമായപ്പോൾ അവൻ്റെ വീട്ടിൽ പ്രശ്നമായി. അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഒക്കെ ആയി. അതുകൊണ്ട് പിന്നെ പേരും കാര്യങ്ങളെല്ലാം വന്നു, നാളും ഒക്കെ വന്നു. പക്ഷെ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്ന് ഷാജിദയ്ക്ക് തോന്നുന്നുണ്ടോ? കാരണം ചെയ്തത് ശരിയല്ല. ഒരിക്കലും ഷാജിദയെക്കാട്ട് ചെറിയൊരു പയ്യനാണ്, ആളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, 26 32 എത്ര ഇപ്പൊ ചെറിയ പയ്യനാ. എന്റെ ഇക്കി ഞാനും കൂടിയിട്ട് 9 വയസ്സ് വ്യത്യാസം. ഞാൻ പറയട്ടെ, ഒരു രണ്ടാം വിവാഹത്തിന് ഇതൊന്നും വയസ്സൊന്നും ഒരു കണക്കല്ല. രണ്ടാം വിവാഹത്തിന് ഒരു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതൊരു ഡ്രാമയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ചോദിക്കില്ല, കാരണം ഇത് തെറ്റായിരുന്നോ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. പക്ഷെ ഇതൊരു ഡ്രാമയാണ്. ആ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേന് ആള് കല്യാണം കഴിച്ചിട്ടില്ല, ആൾക്കിനി ഒരു കല്യാണം വരുമ്പോഴത്തേന് അത് പ്രശ്നമാവും, പിന്നെ ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നമായി. അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ ഷാജിദ ചെയ്തേ? തെറ്റാണ്. പക്ഷെ ഇതെല്ലാം എന്താ പറയാ, അവനും കൂടി അറിയാലോ. അവനിക്ക് ഓൾറെഡി അറിഞ്ഞ സംഭവമാണല്ലോ. അപ്പൊ അവൻ കല്യാണം കഴിക്കണമെന്ന് കഴിക്കാത്തതൊക്കെ അവന്റെ ഇഷ്ടമാണ്. അവൻ കല്യാണം കഴിക്കില്ല പറഞ്ഞ ഒരാളാണ്, ഇനി കല്യാണം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അവനിക്ക് ഓൾമോസ്റ്റ് അറിയാം. പിന്നെ എനിക്ക് ഇങ്ങനെ വരുന്ന ശല്യങ്ങളും ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫോണിൽ ഒരുപാട് ശല്യങ്ങളുണ്ട്, കുറെ നമ്പർ അവനിക്ക് കൊടുത്തിട്ട് അവനോട് സംസാരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഞാനിതൊരു പ്ലാൻ ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഇവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് കൂടുതൽ വഷളായത് പിന്നീട് വീട്ടിലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാവുമെന്ന് ഇത്ര വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പിന്നെ അത് കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഷാജിദ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിവാഹാലോചനകൾ ആ സമയത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് കാശുള്ളവരൊക്കെ പുറത്തു നിന്നുള്ളവരും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അപ്പോൾ നല്ലൊരു ശരിക്കും കല്യാണം കഴിഞ്ഞ് തന്നെ പോകാൻ തീരുമാനിച്ചില്ല? അല്ല, നല്ലൊരു ആലോചന പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഭാര്യയും മക്കളുള്ള ആൾക്കാരാണ് നമ്മളെ പ്രപ്പോസ് ചെയ്യണത്. അപ്പൊ ഒരിക്കലും എനിക്ക് ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ട് 2 മക്കളും 3 മക്കളും ഉള്ള ആ ഒരു കുടുംബത്തിലേക്ക് സെക്കൻഡ് മാരേജിട്ട് നിന്നെ കഴിക്കാം എന്നുള്ളത് വയ്ക്കുമ്പോൾ ഞാനത് എടുത്തു പറയുന്നുണ്ട്. ഒരു കല്യാണം കഴിച്ച ഒരാളെ ഇനി ഞാൻ കല്യാണം കഴിക്കില്ല, കുടുംബമുള്ള ആളിനെ ഒരിക്കലും കല്യാണം, ഡൈവോഴ്സ്ഡ് അല്ലെങ്കിൽ ഭാര്യ മരിച്ചത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആരും ഇല്ല, അങ്ങനത്തെ വന്നിട്ടില്ല. ഫുൾ കല്യാണം കഴിച്ച ആൾക്കാർ, കുടുംബം ഓൾറെഡി ഉള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, അത്ര തന്നെ. അപ്പൊ ഈ ഇങ്ങനൊരു ഡ്രാമയുടെ കാര്യം പറയുമ്പോഴത്തേന് ഇപ്പൊ ഈ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അതായത് മക്കളോടൊക്കെ ചോദിച്ചിട്ടായിട്ടാണ് പറഞ്ഞത്. മക്കൾക്കൊക്കെ ഇവന്റെ കാര്യം ഓൾറെഡി അറിയാം. കാരണം ഇവൻ എന്നെ മക്കൾക്ക് അറിയായിരുന്നു ഇതൊരു നാടകമാണെന്നുള്ളത്. മോനൊക്കെ അറിയാം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം, മക്കൾക്കൊക്കെ അറിയാം. പിന്നെ എന്താ പറയാ, എനിക്ക് എന്തിനും സപ്പോർട്ട് നിൽക്കുന്ന മക്കളായതുകൊണ്ട് അവരുടെ അടുത്ത് എന്ത് കാര്യങ്ങളും പറയാം. പിന്നെ ഇപ്പൊ അത്ര വലിയ പക്വതയുള്ള 14 വയസ്സ് 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പിന്നെ എന്താണ് ഈ കാര്യങ്ങള് ഇപ്പൊ ഇവന്റെ കാര്യം തന്നെ ഇവനിക്കറിയാം. സർഫു കാര്യങ്ങൾ വിളിക്കുന്നതും കാര്യങ്ങളും സംസാരിക്കണം, അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ ഓൾറെഡി അറിയാം. അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഇല്ല. ഫാമിലിയിൽ വേറെ അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പ്രപ്പോസ് വന്നതും ഇവർ പറഞ്ഞു ഉമ്മാന്റെ അടുത്ത് പറയണം, വീട്ടില് എനിക്ക് ഫസ്റ്റ് ഒരു പ്രപ്പോസ് വന്നപ്പോ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ഉമ്മാന്റെ അടുത്താണ്. ഉമ്മാന്റെ അടുത്ത് പറഞ്ഞതിന്റെ ശേഷം പിന്നെ ഞാൻ എൻ്റെ മാമാക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രപ്പോസ്. എന്നിട്ട് നമ്പർ അവർക്ക് കൊടുത്തിട്ട് അവർ തമ്മിലാണ് സംസാരിച്ചത്. അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് പ്രപ്പോസ് വന്ന കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തില്ല, ഞാൻ കുടുംബത്തിനെ അറിയിക്കാണ്ടോ അങ്ങനെ. ഇത് പിന്നെ ഞാൻ ഓൾറെഡി കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇത് ഈ തീരുമാനങ്ങൾ ആരും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആരും പറഞ്ഞില്ല. എന്നിട്ട് തന്നെ ഇത് കണ്ടിട്ട് മാമാന്റെ മക്കളും ഇവരൊക്കെ എന്താ താത്ത എന്തായി, നീ എന്താ ഞങ്ങളോട് പറയാണ്ട് കല്യാണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂസിലും വീഡിയോസിലൊക്കെ ഷാജിദ പറഞ്ഞിരുന്നത് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, ഉമ്മയോട് പോലും ഞാനൊന്നും പറയാറില്ല. കാരണം 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് ഷെയർ ചെയ്തില്ല, അവർക്ക് അവരുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ പക്ഷെ ആ പറഞ്ഞത് നേരെ വ്യത്യസ്തമാണ് ഇപ്പൊ പറയുന്നത്. അല്ല, ഉമ്മയോട് പറയുന്ന കല്യാണം വരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും ഉമ്മ ഓൾറെഡി അറിയും. അല്ലെങ്കിൽ ഒരാൾ കാണാൻ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പം നിങ്ങൾ ഇന്റർവ്യൂസിന് വരികയാണെങ്കിൽ തന്നെ ഉമ്മാന്റെ വീടാണത്, ഉമ്മക്ക് അറിയാം ആരാ വരാത്തത് എന്നൊക്കെ. അപ്പോൾ എന്താ പറയാ, എൻ്റെ
എൻ്റെ പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മക്കൾക്ക് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വീട്ടു കാര്യങ്ങളോ ബാക്കിയുള്ളതോ ഉമ്മ ചെയ്യലില്ല. കാരണം ഉമ്മാൻ്റെ അടുത്ത് അതിനുള്ള ഒരു സാമ്പത്തികമില്ല. ഞാൻ ഇപ്പോഴും ഉമ്മാനെ പണിക്ക് പോകണ്ട വീട്ടിലിരിക്കുന്ന ഞാൻ പറയില്ല. കാരണം ഉമ്മക്ക് 59, 60 വയസ്സാവാനായി. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ പണിയെടുത്ത് നോക്കിയ ഒരാളാണ്. ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചു, അതുവരെയും പണിയെടുത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇനി ഉമ്മാനെ പണിയെടുത്തിട്ട് ഉമ്മാന്റെ പൈസ, ഞാൻ ഇതുവരെ ഉമ്മാന്റെ പൈസ എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഇനി ഉമ്മാനെ പണിക്ക് പറഞ്ഞാൽ ഇഷ്ടമല്ല, വീട്ടിലിരിക്കാനാ ഞാൻ പറയല്ലേ. അപ്പൊ ആ ഒരു തോട്ടിലാണ് ഞാൻ സംസാരിച്ചത്. അല്ലാണ്ട് ഉമ്മ എൻ്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ ഉമ്മ എനിക്ക് സപ്പോർട്ടില്ല അങ്ങനെ. പിന്നെ അനിയത്തിമാരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അനിയത്തിമാരെന്ന് വെച്ചാല് അവരുടെ കുടുംബം ഒരു വേറെയാണ്. കാരണം കല്യാണം കഴിച്ചു കൊടുത്തോടെ അവരുടെ ഒരു ഫാമിലീസൊക്കെ ഭയങ്കര വേറൊരു പഴയ രീതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പൊ അതേപോലെ തന്നെ അനിയത്തിമാരും അതേപോലെ എൻ്റെ കാര്യത്തിൽ ഇടപെടാറില്ല. ഇപ്പൊ അവരുടെ വീട്ടുകാരെങ്കിലും ചോദിച്ചാൽ താത്ത ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അവരെൻ്റെ വീഡിയോസ് ഒക്കെ കാണും. പക്ഷെ ഇങ്ങനെയാണോ ചോദിച്ചാൽ അവരറിയില്ല എന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ നേരെ തിരിച്ച് അനിയത്തിമാരുടെ കാര്യം ചോദിച്ചാലും എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അവരുടെ കയ്യിട്ട് ഒന്നും ഷെയർ ചെയ്യാറില്ല. പക്ഷെ അവരെല്ലാം ഉമ്മ മുഖേന എല്ലാം അറിയും. ഉമ്മ ഓൾറെഡി സംസാരിക്കുമ്പോൾ എല്ലാം അറിയും. പക്ഷെ ഷാജിദ ഈ ഒരു കല്യാണ നാടകത്തിൽ കൂടെ ഉദ്ദേശിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ അതിപ്പോ സ്റ്റോപ്പ് ആയോ? കാരണം ഇത് വീണ്ടും വന്നിടത്ത് തന്നെ ഇനി അടുത്ത കണ്ടന്റ് കിട്ടി നിന്നിടത്ത് തന്നെ അല്ല. ഞാൻ പറയട്ടെ, അടുത്തൊരു കണ്ടന്റ് ആയി. ഷാജി ഇനി കല്യാണം കഴിച്ചിട്ടില്ല, അവള് ഫ്രോഡ്. ഇപ്പൊ എന്തൊക്കെയാ വരുന്നറിയോ? മണി ട്രാപ്പ്. ഇവന് ഞാൻ ലക്ഷങ്ങൾ ഇവന്റെ മേടിച്ചിട്ട് ഇവനെ ഈ ചെറിയ ചെക്കനെ ഞാൻ പെടുത്തിയതാ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോസ് വരുന്നത്. മണി ട്രാപ്പ് ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് വലിയ വലിയ സംഭവത്തിലേക്കാണ് എത്തുന്നത്. കാരണം അവൻ്റെ ഇങ്ങോട്ട് പൈസ മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ, ഇങ്ങോട്ടൊന്നും അവൻ്റെ പൈസ മേടിച്ചിട്ട് ഞാൻ ഒരു പരിപാടിയും ചെയ്യാനില്ല. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൂടുതൽ വഷളാവും. അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ആക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നത്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ഇടും. എന്തായാലും ഞാൻ ഇടണമല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ കാര്യങ്ങൾ പറയണല്ലോ. പക്ഷെ ഇതിന് സ്റ്റോപ്പ് ആവുമെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ആരും വിളിക്കാതിരിക്കാനും, സ്റ്റോപ്പ് ആയാലില്ലേലും ഞാൻ നിർത്തി. അല്ല ഓൾറെഡി പറഞ്ഞോട്ടെ, ഓൾറെഡി ആരും വിളിക്കാതിരിക്കാനും, അതായത് ഇനി ആരും ശല്യം ചെയ്യാതിരിക്കാനും ആണല്ലോ ഇതുപോലൊരു കല്യാണത്തിന്റെ നാടകം കൊണ്ടുവന്നത്. പക്ഷെ ഇതിപ്പോ മൊത്തം പൊളിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് തന്നെയല്ലേ മുമ്പോട്ടും നേരിടാൻ. അല്ല, ഇനിയിപ്പോ കല്യാണ ആലോചനയായിട്ട് ഇനി ആരും വരുന്നില്ല, അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എനിക്ക്. രണ്ടാമത് കല്യാണം ഒന്നുമില്ല. ഇനി മാവൻ വലുതായിട്ട് ഓൻ കെട്ടാന്നല്ലാണ്ട് ഞാൻ കെട്ടാൻ പോലുള്ള പരിപാടിയൊന്നും ഇല്ല.